തെരഞ്ഞെടുപ്പിന് ശേഷം കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരുമോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണെന്ന കെ മുരളീധരൻ. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷം സാഹചര്യങ്ങൾ വിലയിരുത്തിയാകും തീരുമാനം. കെ.പി.സി.സി മുൻ സെക്രട്ടറി എം.എ. ലത്തീഫിനെ പുറത്താക്കിയ നടപടിയിൽ സുധാകരനെ മുരളീധരൻ പിന്തുണച്ചു. കെ സുധാകരനെതിരെ പാർട്ടിയിൽ പടയൊരുക്കമില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കി. ആക്ടിംഗ് പ്രസിഡന്റായിരിക്കെ എം ഹസൻ കൈക്കൊണ്ട നടപടി റദ്ദാക്കി സുധാകരനെതിരെ വലിയ അമർഷം പാർട്ടിക്കുള്ളിൽ തന്നെയുണ്ട്. എന്നാൽ വിഷയത്തിൽ സുധാകരനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെ മുരളീധരൻ. ലത്തീഫ് UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചെന്നും സ്ഥാനാർത്ഥി തന്നെ ഇക്കാര്യം പാർട്ടിയിൽ ഉന്നയിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. പാർട്ടി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചവരെ പ്രോത്സാഹിപ്പിക്കാനാവില്ലെന്നും മുരളീധരൻ റിപ്പോർട്ടറിനോട്. ഒരു ഡു ഓർ ഡൈ എന്നൊരു ഇലക്ഷൻ നേരിടുന്ന സമയത്ത് പാർട്ടിയെ വിജയിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അതിന് പകരം പാർട്ടി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നോക്കിയവരെ ഒരു കാരണവശാലും എൻകറേജ് ചെയ്യാൻ സാധ്യമല്ല. കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് സുധാകരനെ നീക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന ആക്ഷേപവും മുരളീധരൻ നിഷേധിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യങ്ങൾ വിലയിരുത്തി ഹൈക്കമാൻഡ് നിലപാട് സ്വീകരിക്കുമെന്നും മുരളീധരൻ. എല്ലാ കാര്യങ്ങളുടെയും ഫൈനൽ അതോറിറ്റി കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. 4-ാം തീയതി ഇലക്ഷന് ശേഷമുള്ള സാഹചര്യങ്ങൾ നോക്കി അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഉചിതമായുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും. കെ സുധാകരനെതിരെ പല നേതാക്കൾക്കും അമർഷമുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിന് ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. ഇതിനിടെയാണ് കെ.പി.സി.സി അധ്യക്ഷന്റെ നടപടികൾക്ക് പിന്തുണയുമായി കെ മുരളീധരൻ രംഗത്തെത്തിയിരിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.